അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നൊരു വെറൈറ്റി ഫുഡ് ഐറ്റമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഫുഡ് ബ്ലോഗ് ചെയ്യുന്നില്ലായിരുന്നു, വേറെ ബ്ലോഗുകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഇപ്പോൾ മഴക്കാലമാണ്. മഴക്കാലത്ത് പല രീതിയിലുള്ള രോഗങ്ങൾ, പനി, ജലദോഷമൊക്കെ വരുന്നൊരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ പ്രായമായ ആളുകൾക്കും കുട്ടികൾക്കുമൊക്കെ ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാം, വീട്ടിലെ കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. നമ്മുടെ ജോമിയുണ്ട്, അതുപോലെ നമ്മുടെ അളിയൻ സാമുണ്ട്. ഇവർ രണ്ടുപേരും കൂടെയാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന സൂപ്പ് ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എളുപ്പത്തിൽ ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, സെലറി ചോപ്പ് ചെയ്ത ചിക്കൻ, ഷ്രെഡ് ചെയ്ത ക്യാരറ്റ്, ക്യാപ്സിക്കം. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ച് പാൻ ചൂടാകുമ്പോഴത്തേന് കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, സെലറി ഇതിട്ട് സോട്ട് ചെയ്യുന്നു. ഈ നമ്മൾ ആദ്യമായിട്ട് വെജിറ്റബിൾസ് സോട്ടായി വരുന്ന കൂടെ തന്നെ ചോപ്പ് ചെയ്ത ചിക്കനും കൂടി ഇട്ട് സോട്ട് ചെയ്യുക. ചിക്കൻ ജസ്റ്റ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ്, ക്യാരറ്റും ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കുക്കായതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, തിളപ്പിക്കുക. വെജിറ്റബിൾ കുക്കായിട്ടുണ്ട്, നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയാണ്. ഉപ്പിടുന്നുണ്ട്. ഉപ്പാണല്ലേ? അപ്പോൾ നമ്മുടെ സൂപ്പ് തിളച്ചേക്കുമാണ്. കുറച്ച് സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് കോൺഫ്ലോർ തിക്കാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്, സൂപ്പ് തിക്കാക്കാൻ വേണ്ടി. നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്യുകയാണ് സൂപ്പ് തിക്കാക്കാൻ വേണ്ടി. സൂപ്പ് തിക്കായിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മൾ ഒരു മുട്ട ബീറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് ക്രഷ് ചെയ്ത പെപ്പറും എഗ്ഗ് ബീറ്റ് ചെയ്തും കൂടെ ചേർത്തതിന് ശേഷം നമ്മുടെ ആവശ്യാനുസരണം സൂപ്പ് കഴിക്കാവുന്നതാണ്. അപ്പോൾ എഗ്ഗ് ആഡ് ചെയ്യുകയാണ്. ജസ്റ്റ് 2 തിള വന്നതിന് ശേഷം ഇളക്കാവുള്ളൂ, അല്ലെങ്കിൽ മുട്ട മുഴുവൻ പൊട്ടിപ്പോകും. അപ്പോൾ നമ്മുടെ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് റെഡി ആയിരിക്കുകയാണ്. ശരിക്കും ഇതിൽ പുളി നമ്മൾ ഹോട്ടൽ ഫുഡിലാണെങ്കിൽ വിനാഗിരി അല്ലെങ്കിൽ ലൈം ജ്യൂസ് ഒഴിക്കുന്നതാണ്. നമ്മൾ പുളി യൂസ് ചെയ്യുന്നില്ല വീട്ടിലായതുകൊണ്ട്. ശരിക്കും ഹോട്ട് ആൻഡ് സോർ എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും അറിയാമല്ലോ, ചൂടും സോറെന്ന് പറഞ്ഞാൽ പുളിയും. അതാണ് ശരിക്കും ഇതിൻ്റെ മീനിങ് വരുന്നത്. നമ്മളിപ്പോൾ പുളി യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഏറ്റവും നല്ല സൂപ്പാണ് ഹോട്ട് ആൻഡ് സോർ.
സൂപ്പർ. എങ്ങനെയുണ്ട് നല്ല ഹോട്ട് ആൻഡ് സോർ സൂപ്പ് വളരെ നന്നായിട്ടുണ്ട്. അതിൻ്റെ ചേരുവകളെല്ലാം ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഗാർണിഷ് പിന്നെ എല്ലാം വന്നപ്പോഴത്തേന് ആ സൂപ്പിൻ്റെതായ ഒറിജിനൽ ഇത് എത്തിയിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. നമ്മളിത് ചെയ്ത് നമ്മുടെ ജോമിയാണ്. ജോമി നമ്മുടെ ഏറ്റവും അടുത്ത ആളാണ്. ഇത് എക്സിക്യൂട്ടീവ് ആണ്. അടിപൊളി സംഭവമാണ്. വീട്ടിലെല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റമാണിത്. കാരണം പ്രായമായവർക്കും പിള്ളേർക്കും ഒക്കെ ഈ തണുപ്പത്ത് ഒരു ചൂട് കിട്ടാൻ അല്ലേ. വളരെ ഉന്മേഷം നൽകുന്ന ഒരു സൂപ്പായത്. ഇത് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പും ഉണ്ട്, സ്വീറ്റ് കോൺ ക്ലിയർ ചിക്കൻ സൂപ്പുണ്ട്, ഹോട്ട് ആൻഡ് സോറും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് ഹോട്ട് ആൻഡ് സോർ സൂപ്പാണ്. അപ്പോൾ 2 ഷെഫുമാർക്കും വളരെ നന്ദി.